Hello my dear students, welcome to Learner's World. In this video, I talk about Zlate the Goat written by Isaac Bashevis Singer part 3. Through the window, Aaron could see the chaos outside. അങ്ങനെ നമ്മളുടെ ആരണ് ഒരു ഒരു വിൻഡോ ഉണ്ടാക്കിയിരുന്നു നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹെയർ സ്റ്റാക്കിൽ അവർ ആരനും സ്ലാട്ടയും വൈക്കോൽ കൂനയിലാണ് അവർ അഭയം പ്രാപിച്ചിരുന്നത്. അപ്പോൾ പുറത്തൊക്കെ നല്ല മഞ്ഞാണ്. അപ്പോൾ ആ സമയത്ത് ആരൻ ആ വൈക്കോലിൻ്റെ ഉള്ളിലൂടെ ഒരു വിൻഡോ നിർമ്മിച്ചിരുന്നു. അപ്പോൾ അവനുണ്ടാക്കിയ ജനലിൽ കൂടി പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ബഹളങ്ങൾ ആരണ് കുറച്ചൊക്കെ കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ഡാർക്ക് ആൻഡ് ഹി ഡിഡ് നോട്ട് നോ വെദർ ഇറ്റ് വാസ് നൈറ്റ് ഓർ ദ ഡാർക്ക്നെസ് ഓഫ് ദ സ്റ്റോം. അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടായിരുന്നത് കൊണ്ട് രാത്രിയാണോ അതോ കൊടുങ്കാറ്റിൻ്റെ ഇരുട്ടാണോ എന്നൊന്നും അവന് മനസ്സിലായില്ല. ഇൻ ദ ഹേ ഇറ്റ് വാസ് നോട്ട് കോൾഡ്. അപ്പോൾ വൈക്കോലിനുള്ളിൽ തണുപ്പില്ലായിരുന്നു, നല്ല ചൂടായിരുന്നു. ദ dried hair grass and field flowers exuded the warmth of the summer sun. അപ്പോൾ ഉണങ്ങിയ വൈക്കോലും അതുപോലെ പുല്ലും പാടത്തെ പൂക്കളും എല്ലാം അവന് ഒരു നല്ല പ്രതീതി സമ്മാനിച്ചു. സ്ലാട്ടെ എയ്റ്റ് ഫ്രീക്വൻ്റ്ലി. അങ്ങനെ നമ്മൾ സ്ലാട്ടെ എന്താ ചെയ്യുന്നത്? സ്ലാട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈക്കോൽ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഷീ നിബിൾ ഫ്രം അബോവ് ബിലോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ നമ്മൾ സ്ലാട്ടെ മുകളിൽ നിന്നും താഴെ നിന്നും ഇടത്തു നിന്നും വലത്തു നിന്നും ഒക്കെ ഇങ്ങനെ വൈക്കോൽ കടിച്ചു തിന്നുകയായിരുന്നു. ഹെർ ബോഡി ഗാവ് ഔട്ട് സം ആനിമൽ വാംത്ത് ആൻഡ് ആരൻ കഡിൽഡ് അപ് ടു ഹെർ. അപ്പം നമ്മളുടെ സ്ലാട്ടയുടെ ശരീരത്തിൽ നിന്നും ഒരു ചൂട് വന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആരൻ അതിനെ തൊട്ടിങ്ങനെ കിടന്നു. ഒരു സിസ്റ്ററിനെ പോലെയാണ് അവന് അവളുടെ അടുത്ത് കിടന്നത് എന്നാണ് പറയുന്നത്. അവന് എപ്പോഴും നമ്മൾ സ്ലാട്ടയെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവന് സ്ലാട്ടയെ ഒരു സഹോദരി എന്ന പോലെയാണ് അവന് കാണുന്നത്. ഓക്കെ, ഹി വാണ്ടഡ് ടു ടോക്ക്. അങ്ങനെ നമ്മുടെ ആരണ് സ്ലാട്ടയോട് വർത്തമാനമൊക്കെ പറയണം എന്നുണ്ടായിരുന്നു. ഈ ആസ്ക്ഡ് സ്ലാട്ടെ വാട്ട് ഹാഡ് ഹാപ്പൻ ടു ദം. അപ്പോൾ നമ്മുടെ ആരണ് സ്ലാട്ടയോട് ചോദിക്കുകയാണ് എന്താണ് നമുക്ക് പറ്റിയത് എന്ന്. ഷീ ബ്ലീറ്റഡ് മാ. ഹി സെഡ് ദാറ്റ് ഇഫ് ദേ ഹാഡ് നോട്ട് ഫൗണ്ട് ദ സ്റ്റാക്ക് ദേ വുഡ് ബി ഫ്രോസൺ ടു ദ ഡെത്ത്. അപ്പോൾ നമ്മുടെ സ്ലാട്ട എന്താണ് മറുപടി പറഞ്ഞത്? അതായത് മാ എന്നുള്ള ഒരു ഉത്തരം മാത്രമാണ് സ്ലാട്ടെ കൊടുത്തത്. അപ്പോൾ നമ്മൾ ആരൻ പറയുന്നുണ്ട് ഈ വൈക്കോൽ കൂന കണ്ടില്ലായിരുന്നെങ്കിൽ തണുപ്പിൽ മരവിച്ച് ചത്തുപോയേനെ എന്ന്. ഈ എക്സ്പ്ലെയിൻ ദാറ്റ് ഇഫ് ദ സ്നോ കണ്ടിന്യൂസ് falling they will have to stay there for days. Her response was her blade. അങ്ങനെ നമ്മളുടെ ആരൻ വീണ്ടും പറയുകയാണ്, അതായത് മഞ്ഞുവീഴ്ച തുടർന്നാൽ ദിവസങ്ങളോളം അവിടെ തന്നെ കഴിയേണ്ടി വരും. അതിനും നമ്മളുടെ സ്ലാട്ടെ മറുപടി പറഞ്ഞത് മേ എന്നുള്ള ഒരു സൗണ്ട് മാത്രമാണ് സ്ലാട്ടെ മറുപടിയായിട്ട് കൊടുത്തത്. Then he told her that he needs her and she needs him. He soon became sleepy. അങ്ങനെ നമ്മളുടെ ആരണ് പറയാണ് അവന് വേണമെന്നും അതുപോലെ അവൾക്ക് വേണമെന്നും അവന് ആരണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹി സൂൺ ബിക്കെയിം സ്ലീപ്പ്. അങ്ങനെ അതായത് നമ്മൾ ആരൺ ഉറക്കൊക്കെ വന്നു. മേക്കിംഗ് എ ഹീപ്പ് ഓഫ് ഹേ ആസ് ഹിസ് പില്ലോ ഹി സ്ലെപ്റ്റ്. അങ്ങനെ അല്പം വൈക്കോല് ഒരു തലയിണയാക്കി വെച്ചിട്ട് അവൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. സ്ലാട്ടെ ടു സ്ലെപ്റ്റ്. അങ്ങനെ നമ്മുടെ സ്ലാട്ടയും നല്ല ഉറക്കം പിടിച്ചു പോയി എന്നാണ് പറയുന്നത്. Then when Aaron opened his eyes he did not know it was day or night. അങ്ങനെ നമ്മൾ ആരൻ കണ്ണു തുറന്നപ്പോൾ അവൻ അറിയില്ലായിരുന്നു അത് പകലാണോ രാത്രിയാണോ എന്ന്. ദ സ്നോ ഹാഡ് ബ്ലോക്ക്ഡ് ഹിസ് വിൻഡോ. അപ്പോൾ അവന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിൻഡോ, ആ ഹെയർ സ്റ്റാക്കിൽ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വിൻഡോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വിൻഡോ കാണാനില്ല, അതാകെ മഞ്ഞുകൊണ്ട് മൂടിപ്പോയിരുന്നു എന്നാണ് പറയുന്നത്. ഹി ക്ലിയർഡ് ഇറ്റ് വിത്ത് ഹിസ് ഹാൻഡ് ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ബ്ലോക്ക്ഡ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? കൈകൊണ്ട് ആ മഞ്ഞൊക്കെ എടുത്തു മാറ്റിയിട്ട്, പക്ഷേ അതപ്പോഴും അങ്ങനെ ബ്ലോക്കായിട്ട് തന്നെ കിടക്കുകയായിരുന്നു. ഹി ഹാഡ് എ സ്റ്റിക്ക് വിത്ത് ഹിം ആൻഡ് വിത്ത് ദ സ്റ്റിക്ക് ഹി ക്ലിയർഡ് ദ സ്നോ ഫോർ ദ എയർ ടു എൻറ്റർ. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അതായത് അവൻ്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് അവൻ ബാക്കി ഉണ്ടായിരുന്ന മഞ്ഞൊക്കെ മാറ്റി ഇപ്പോൾ അതിലെ വായുവിനെ കടന്നു വരാനൊക്കെ പറ്റും.
ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഔട്ട്സൈഡ്. ഇപ്പോൾ എന്താണ്, പുറത്ത് നല്ല ഇരുട്ടാണ്. ദ വൈൻ വൈൽ ആൻഡ് അറ്റ് ടൈംസ് ഇറ്റ് ലുക്ക് ലൈക്ക് ഡെവിളിഷ് ലോഫർ. അപ്പോൾ കാറ്റ് നിലവിളിക്കുന്നത് പോലെ സ്വരം ഉണ്ടാക്കി, ചിലപ്പോൾ ഒരു ഡെവിളിനെ പോലെ അട്ടഹാസം തോന്നിച്ചു എന്നാണ് പറയുന്നത്. സ്ലാട്ടെ ടു വോക്കപ്പ്. അപ്പോൾ പെട്ടെന്നാണ് നമ്മൾ സ്ലാട്ടെ എഴുന്നേൽക്കുന്നത്. ഹി ഗ്രീറ്റഡ് ഹെർ ആൻഡ് ഷി റെസ്പോണ്ടഡ് മാ. മേ ബി ദാറ്റ് മാ മീൻ വി മസ്റ്റ് ആക്സെപ്റ്റ് ഓൾ ദാറ്റ് ഗോഡ് ഗിവ് us, ഹീറ്റ്, കോൾഡ്, ഹങ്കർ, സാറ്റിസ്ഫാക്ഷൻ, ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. അപ്പോൾ സ്ലാട്ടെ പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റിട്ട് മാ എന്നുള്ള ഒരു ശബ്ദം മാത്രം പുറപ്പെടുവിക്കുക എന്നാണ് പറയുന്നത്. അത് ആരനെ അവൾ അഭിസംബോധന ചെയ്തിട്ടാണ്, വെൽക്കം ചെയ്തിട്ടാണ് ഈ ഒരു മേ എന്നുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനർത്ഥം അതായത് ദൈവം തരുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കണം എന്നാണ്. അതായത് ചൂട്, തണുപ്പ്, വിശപ്പ്, അതുപോലെ സാറ്റിസ്ഫാക്ഷൻ, പ്രകാശം, ഡാർക്ക്നെസ്, ഇവയൊക്കെ ദൈവത്തിൻ്റെ വരദാനമാണ്. അതെല്ലാം സ്വീകരിക്കണം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മളുടെ സ്ലാട്ടെ ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്, മേ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കുന്നത്. ആരൺ വാസ് ഹംഗ്രി. അങ്ങനെ നമ്മൾ ആരണ് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. സ്ലാട്ടെ ഹാഡ് പ്ലെൻറ്റി ഓഫ് മിൽക്ക്. അപ്പോൾ സ്ലാട്ടയ്ക്ക് ധാരാളം പാലുണ്ട്. ഫോർ 3 days ദേ സ്റ്റേഡ് ഇൻ ദ ഹെസ്റ്റാക്ക്. അങ്ങനെ 3 ദിവസം അവർ ആ വൈക്കോൽ കൂനയിൽ തന്നെ കഴിഞ്ഞു. ആരൺ ഹാഡ് ലവ്ഡ് സ്ലാട്ടെ ബട്ട് നൗ ഹി സ്റ്റാർട്ടഡ് ലവിങ് ഹെർ മോർ ആൻഡ് മോർ. അപ്പോൾ ആരണിന് സ്ലാട്ടയോട് പണ്ടേ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഇപ്പോൾ കൂടിക്കൂടി വന്നു എന്നാണ് പറയുന്നത്. ഷീ കംഫർട്ടഡ് ഹിം വിത്ത് ഹെർ പേഷ്യൻസ്. അപ്പോൾ നമ്മൾ സ്ലാട്ട എന്ത് ചെയ്തു, അവന് കഴിക്കാനൊക്കെ ഫുഡൊക്കെ കൊടുത്തു, അവന് നല്ല ചൂടൊക്കെ കൊടുത്തു. അപ്പോൾ അവളുടെ ക്ഷമ അവനെ ഒരു സാന്ത്വനമായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഹി ടോൾഡ് ഹെർ മെനി സ്റ്റോറീസ്. വെൻ ഹി പാറ്റഡ് ഹെർ ഷീ ലിക്ക്ഡ് ഹെർ ഹാൻഡ് ആൻഡ് ഫേസ്. അപ്പോൾ അവളോട് പല കഥകളും പറഞ്ഞു. അവന് തലോടിയപ്പോൾ അവൻ്റെ കൈയും മുഖവും ഒക്കെ അവൾ ലിക്ക് ചെയ്തു, നക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വെൻ ഷി സെഡ് മാ, ആരൺ ന്യൂ ഇറ്റ് മീൻ ഐ ലവ് യു ടു. അപ്പോൾ ഇടയ്ക്ക് സ്ലാട്ടെ മാ എന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു എന്നാണ് സ്ലാട്ടെ പറഞ്ഞിട്ടുള്ളത് എന്ന്. ദെൻ ദ സ്നോ ഫെൽ ഫോർ 3 days. അങ്ങനെ 3 ദിവസം മഞ്ഞ് വീണുകൊണ്ടേയിരുന്നു. സംടൈംസ് ആരൺ ഫെൽ ദാറ്റ് ദർ നെവർ വാസ് എ സമ്മർ ആൻഡ് ഇറ്റ് വാസ് ഓൾവേസ് സ്നോഫോൾ. അപ്പോൾ ചിലപ്പോഴൊക്കെ ആരന് തോന്നി ഒരിക്കലും സമ്മർ ഉണ്ടായിരുന്നില്ല, എപ്പോഴും മഞ്ഞുവീഴ്ച മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന്. ഹി ഫെൽറ്റ് ഹി ഹാഡ് നോ ഫാദർ, നോ മദർ ഓർ സിസ്റ്റേഴ്സ്. അപ്പോൾ അവന് തോന്നി അവന് അച്ഛനോ അമ്മയോ സഹോദരികളോ ഒന്നും ഇല്ലെന്ന്. ഹി വാസ് നൗ എ ചൈൽഡ് ബോൺ ഓഫ് സ്നോ ആൻഡ് സോ വാസ് സ്ലാട്ടെ. അപ്പോൾ മഞ്ഞിൽ ജനിച്ച ഒരു കുട്ടിയാണ് അവന് എന്ന് ആരണ് തോന്നി. സ്ലാട്ടയും അതുപോലെ തന്നെയാണെന്നാണ് ആരണ് ചിന്തിക്കുന്നത്. കാരണം അവരുടെ ചുറ്റുപാട് മഞ്ഞ് മാത്രമേ ഉള്ളൂ, അവിടെ ഒന്നും വേറെ ഒന്നും അവശേഷിക്കുന്നില്ല. ദെൻ ഹി ആൻഡ് സ്ലാട്ടെ സ്ലെപ്റ്റ് ദ ഓൾ നൈറ്റ് ആൻഡ് എ ഗുഡ് പാർട്ട് ഓഫ് ദ ഡേ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളുടെ ആരണും സ്ലാട്ടയും രാത്രി മുഴുവനും പകലിൻ്റെ ഒരു നല്ല ഭാഗവും അവിടെ തന്നെ കിടന്നുറങ്ങി. ഹി ഡ്രംഡ് അബൌട്ട് വാം വെതർ. അപ്പോൾ അവന് നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥ അവന് സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. ഹി ഡ്രീംഡ് ഓഫ് ഗ്രീൻ ഫീൽഡ്സ്, ട്രീസ് കവേർഡ് വിത്ത് ഫ്ലവേഴ്സ്, ക്ലിയർ ബ്രൂക്സ് ആൻഡ് സിംഗിങ് ബേർഡ്സ്. അപ്പോൾ അവന് ഒരു സ്വപ്നം കാണുകയാണ്. അതായത് പച്ച പിടിച്ച പാടങ്ങളും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും അതുപോലെ തെളിനീരുള്ള അരുവികളും പാടുന്ന കിളികളൊക്കെ ഇങ്ങനെ അവന് സ്വപ്നം കണ്ടു. ബൈ ദ 3rd night the snow stopped. അങ്ങനെ 3-ാം ദിവസം രാത്രിയായതോടെ മഞ്ഞ് പെയ്യലൊക്കെ നിന്നു. ആരൺ ഡിഡ് നോട്ട് ഡെയർ ടു ഫൈൻഡ് ഹിസ് വേ ഹോം ഇൻ ദ ഡാർക്ക്നെസ്. അങ്ങനെ പക്ഷേ നമ്മളെ ആരണിന് ഇരുട്ടത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അവന് കഴിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ദ സ്കൈ ബിക്കെയിം ക്ലിയർ ആൻഡ് ദ മൂൺ ഷോൺ. അപ്പോൾ ആകാശത്ത് നിന്ന് കാർമേഘങ്ങളൊക്കെ നീങ്ങി നമ്മളെ ചന്ദ്രൻ്റെ പ്രകാശമൊക്കെ കാണാമായിരുന്നു. ദെൻ ആരൺ ഡഗ് ഹിസ് വേ ഔട്ട് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ വേൾഡ്. അങ്ങനെ നമ്മൾ ആരൺ എന്ത് ചെയ്തു, അതായത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ ആരണ് ലോകമൊക്കെ ഒന്ന് കണ്ടു, ലോകത്തെ ഒന്ന് നോക്കി. ദെൻ ഇറ്റ് വാസ് ഓൾ വൈറ്റ് ക്വൈറ്റ് ഡ്രീമിങ് ഡ്രീംസ് ഓഫ് ഹെവൻലി സ്പ്ലെൻഡർ. അപ്പോൾ എല്ലാം വെളുത്ത് ശാന്തം നല്ല സ്വർഗീയ ഭംഗിയുള്ള
ഒരു സ്വപ്നങ്ങളാണ്. അതുപോലെ നക്ഷത്രങ്ങൾ വലുതും അടുത്തൊക്കെ ആയി തോന്നി എന്നാണ് പറയുന്നത്. The stars were large and close. The moon swam in the sky as if in a sea. അതുപോലെ ചന്ദ്രന് ആകാശത്ത് നീന്തി നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്, സമുദ്രത്തിൽ എന്ന പോലെ. അപ്പം അവന് പുറത്ത്, അതായത് അത്രയും ദിവസം ആ ഒരു ഹെയർ സ്റ്റാക്ക്, ആ ഒരു വൈക്കോൽ കൂനേൻ്റെ ഉള്ളിൽ ജീവിച്ചിട്ട് പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവന് ലോകത്തെ നിന്ന് നോക്കി, ലോകം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവന് തോന്നി, ഒരുപാട് മാറ്റങ്ങളുള്ളതുപോലെ അവന് തോന്നിയെന്നാണ് പറയുന്നത്. ദെൻ on the fourth morning, Aaron heard the ringing of sleigh bells. അങ്ങനെ 4-ാം ദിവസം രാവിലെ ആരണിന് സ്ലേയിൽ കെട്ടിരിക്കുന്ന മണിയുടെ ശബ്ദം കേൾക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. The haystack was not far from the road. അപ്പോൾ ആ ഒരു വൈക്കോൽ കൂന റോഡിൽ നിന്ന് അധികം ദൂരത്തിലായിരുന്നു. The peasant who drove the sleigh pointed out the way to him to his village. അപ്പോൾ എന്ത് ചെയ്തു? അതായത് ആ ഒരു സ്ലേ ഓടിച്ചിരുന്ന കർഷകനെ അവൻ്റെ ഗ്രാമത്തിലേക്കുള്ള വഴി അവന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. Aaron had decided he would never part with Zlate. അപ്പോൾ ആ ഒരു സമയത്ത് ആരണ് തീരുമാനിക്കുകയാണ്, അതായത് ഇനി ഒരിക്കലും ഞാൻ സ്ലാട്ടയിൽ നിന്നും വേർപിരിയില്ല എന്ന് അവനൊരു നിശ്ചയദാർഢ്യം ആ ഒരു സമയത്ത് എടുക്കുകയാണ്. ആരൺസ് ഫാമിലി ആൻഡ് ദെയർ നെയ്ബേഴ്സ് ഹാഡ് സെർച്ച്ഡ് ഫോർ ദ ബോയ് ബട്ട് ദേ ഹാഡ് നോ ട്രേസ് ഓഫ് ദെം. അപ്പോൾ നമ്മൾ ആരൻ്റെ കുടുംബവും അതുപോലെ നെയ്ബേഴ്സും ഒക്കെ അവനെ തിരക്കിയിരുന്നു, പക്ഷെ അവൻ്റെ ഒരു അടയാളവും അവർക്ക് കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ദേ ഫിയർഡ് ഹി വാസ് ലോസ്റ്റ്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചു അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന്. ആൻഡ്സ് മദർ ആൻഡ് സിസ്റ്റേഴ്സ് ക്രൈ ഫോർ ഹിം. അപ്പോൾ അവൻ്റെ അമ്മയും സിസ്റ്റേഴ്സും ഒക്കെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. ഹിസ് ഫാദർ റിമൈൻ സൈലൻറ്റ് ആൻഡ് ഗ്ലൂമി. അച്ഛൻ എപ്പോഴും ആരോടും മിണ്ടാതെ ദുഃഖങ്ങളൊക്കെ മനസ്സിൽ പേറിയിരുന്നു എന്നാണ് പറയുന്നത്. സഡൻലി എ നൈബർ കെയിം റണ്ണിങ് ടു ടെൽ ദം ദാറ്റ് ആരൺ ആൻഡ് സ്ലാട്ടെ ആർ ഓൺ ദെയർ വേ ഹോം. അങ്ങനെ പെട്ടെന്നൊരു അയൽക്കാരൻ ഓടി വന്നിട്ട് പറയാണ്, അതായത് ആരണും സ്ലാട്ടയും വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന്. ദർ വാസ് ഗ്രേറ്റ് ജോയ് ഇൻ ദ ഫാമിലി. ആ ഒരു സമയത്ത് അവരുടെ ഫാമിലിയിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ആരൺ ടോൾ ദം എബൌട്ട് ദ ഹെയർ സ്റ്റാക്ക് ആൻഡ് ഹൗ സ്ലാട്ടെ ഫെഡ് ഹിം. അപ്പോൾ ആരൺ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് വൈക്കോൽ കൂനയെ പറ്റിയിട്ടും അതുപോലെ സ്ലാട്ടെ അവന് പാല് കൊടുത്തതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. Aaron's sister hugged and kissed Zlate and gave a special treat of chopped carrots and potato fields. അത് കേട്ടതും ആരണിൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ സ്ലാട്ടയെ കെട്ടിപ്പിടിച്ചിട്ട് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും ഒക്കെ കൊടുത്ത് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. Nobody again thought of selling the Zlate. അന്ന് തൊട്ട് സ്ലാട്ടയെ വിൽക്കുന്ന കാര്യം ആരും തന്നെ ചിന്തിച്ചില്ല. The cold weather finally set and the villagers wanted the service of Reuben the furrier. അങ്ങനെ ശൈത്യകാലമൊക്കെ പെട്ടെന്ന് വരികയും റൂവൻ്റെ സേവനങ്ങൾ, അതായത് ആ ഒരു തണുപ്പ് കുപ്പായങ്ങളൊക്കെ വിൽക്കാനുള്ള ഓർഡറുകളൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്തു. When Hanukkah came, Anna's mother could fry pancake every evening and Zlate got her portion too. അങ്ങനെ ഹനുക്ക വന്നപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആരണിൻ്റെ അമ്മ എന്ത് ചെയ്യും, പാൻകേക്ക് ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു പോർഷന് സ്ലാട്ടയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. Although she had her own pen, she often came to the kitchen and she was always admitted. അങ്ങനെ സ്ലാട്ടയ്ക്ക് സ്വന്തമായിട്ടൊരു കൂടുണ്ടായിരുന്നെങ്കിലും അവൾ പലപ്പോഴും അടുക്കളയിലേക്ക് വരുമായിരുന്നു എന്നാണ് പറയുന്നത്. In the evening, Aaron, Miriam and Anna played dreidel. അങ്ങനെ ഈവനിങ്ങളിൽ ആരണും മിരിയനും അന്നയൊക്കെ എന്ത് ചെയ്യും, ഡ്രൈഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളി കളിക്കുമായിരുന്നു. Zlate sat near the stove watching the children and the flickering of the Hanukkah candles. അപ്പോൾ നമ്മൾ സ്ലാട്ടെ അടുപ്പിൻ്റെ അടുത്തിരുന്നിട്ട് കുട്ടികൾ കളിക്കുന്നതും ഹനുക്ക മെഴുകുതിരികൾ പ്രകാശിക്കുകയും മങ്ങുകയൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. സംടൈംസ് ആരൺ ആസ്ക്ഡ് സ്ലാട്ടെ ഇഫ് ഷീ റിമെമ്പേർഡ് ദോസ് 3 days and then she would scratch her neck with her horns, shake her white bearded head and bleat ma. അപ്പോൾ ചിലപ്പോൾ സ്ലാട്ടയോട് ആരാണ് ചോദിക്കുമായിരുന്നു അവൾക്ക് ആ 3 ദിവസത്തെ ഓർമ്മയുണ്ടോ എന്ന്, ആ ഒരു ഹെയർ സ്റ്റാക്കിൽ ജീവിച്ചിരുന്ന 3 ദിവസം. അപ്പോൾ അവൾ തൻ്റെ കൊമ്പ് കൊണ്ട് കഴുത്ത് ചൊറിയുകയും വെള്ളത്താടിയുള്ള തല കുലുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മാ എന്ന് മറുപടി പറയുമായിരുന്നു. ഇറ്റ് എക്സ്പ്രസ്ഡ് ഓൾ തോട്ട്സ് ആൻഡ് ഹെർ ലവ്. അപ്പം
ആ ശബ്ദത്തിൽ, ആ ഒരു മാ എന്നുള്ള ശബ്ദത്തിൽ അവളുടെ സ്നേഹവും അവളുടെ ചിന്തകളും ഒക്കെ അതിൽ വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment.